നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് ഗസ് ചെയ്യാമോ? അല്ല, ഡ്രഗ്സ് അല്ല, അഡിക്ഷൻ അല്ല. ഞാൻ പറയാൻ നോക്കിയല്ലോ. ഇല്ല, എന്റെ പൊന്നെ LGBT നീ എന്നോട് പറയരുത്. ഏതാണ്ട് അതുപോലൊക്കെ വരും. സോഷ്യൽ മീഡിയ അല്ല. ആ, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചിലരുടെ വായിൽ നിന്ന് അത് കേട്ടു. യെസ്, കറക്റ്റ്. ഹിപ്പോക്രസി, കപടഭക്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താ കപടഭക്തി എന്ന് പറഞ്ഞാൽ? കപടഭക്തി എന്ന് പറഞ്ഞാൽ കപടഭക്തി അല്ലേ? എന്താ ഹിപ്പോക്രസി? ഭക്തി ഉണ്ടെന്ന് അഭിനയിക്കുക. വേറെ എന്തെങ്കിലും? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. ഓക്കെ, എനിത്തിങ് എൽസ്? മനസ്സിലൊന്ന് വെക്കുക, പുറത്ത് വേറൊന്ന് കാണിക്കുക, ഇല്ലേ? ഡുവൽ ഫേസ്, രണ്ട് മുഖങ്ങൾ. മറ്റുള്ളവർ ചെയ്യണമെന്ന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ ചെയ്യാറില്ല. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞു, ഞാൻ പോകട്ടെ. ഹിപ്പോക്രസി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ആക്ടർ എന്ന, അഭിനേതാവ്. ദ സമ്മൺ ഹു വിയേഴ്സ് എ മാസ്ക്, മുഖംമൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം. നമ്മൾ സിനിമാ ലോകത്തൊക്കെ ഒരുപാട് നല്ല അഭിനേതാക്കളെ കാണാറുണ്ട്. നമുക്കിഷ്ടമുള്ള അഭിനേതാക്കളുണ്ട്, നമ്മൾ ആരാധിക്കുന്ന അഭിനേതാക്കളുണ്ട്, നമ്മൾ പലരുടെയും ഫാൻസാണ്. അവരുടെ അഭിനയമൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരെക്കാട്ടിലുമൊക്കെ നന്നായി അഭിനയിക്കുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ, അറിഞ്ഞും അറിയാതെയും. ചിലപ്പോൾ അറിയാതെയാണ് അഭിനയിക്കുന്നത്, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? അതിന് ഇത്രയോ ആലോചിക്കാനുണ്ടോ? വീട്ടിലെയോ സ്കൂളിലെയോ ചർച്ചിലെയോ എന്തെങ്കിലും? നമ്മൾ മറ്റുള്ളവരെ ബൈബിളൊക്കെ വെച്ച് ഉപദേശിക്കും, പക്ഷെ നമ്മൾക്ക് വെറും ഗ്യാസ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കുറച്ചും കൂടെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം, വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം ഒന്ന്, സ്കൂളിൽ കാണിക്കുന്ന സ്വഭാവം ഒന്ന്, ചർച്ചിൽ കാണിക്കുന്ന സ്വഭാവം ഒന്ന്. ഈ സ്വഭാവം ഏതാണെന്ന് പറയാമോ? എനിക്ക് അതാ കേൾക്കണ്ടേ. ഞാൻ എപ്പോഴും എല്ലാ ഉദാഹരണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം, എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞോ. ഇല്ല, നമ്മൾ പോട്ടെ, ആലോചിക്കാൻ സമയം വേണം. വീട്ടിൽ ഗുഡ് ബോയ്, ബാഡ് ബോയ്, അതെന്താ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വീട്ടിൽ ഗുഡ് ബോയ്, പേരൻസിന്റെ നമ്പർ എനിക്കൊന്ന് തരണം. വീട്ടിൽ ഗുഡ് ബോയ് ആണോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ജനറലി പറഞ്ഞ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ചോദിക്കുന്നത്. വേണ്ട, പേഴ്സണൽ വേണ്ട, അത് പറയാൻ ബുദ്ധിമുട്ടാവും. ജനറലായിട്ട് പറഞ്ഞാൽ മതി. വല്ലതും കിട്ടിയോ? എളുപ്പാട് വല്ലതും കിട്ടിയോ? പോരട്ടെ. വീട്ടിൽ കുറച്ചും കൂടെ മുട കാണിക്കും, ഇല്ലേ? അതല്ലേ വാക്ക്? അതിലും അത് അവർക്കെല്ലാം അറിയാം. അതെല്ലാം എന്തുവാ? അതെന്തുവാ കുരുത്തക്കേട്? എന്തുവാ? അത് ഞാൻ എങ്ങനെ പറയുന്നത്? അത് ഞാനിങ്ങനെ ഞാൻ ഇനി ചോദിക്കത്തില്ല. സോ നമ്മളൊക്കെ പലപ്പോഴും പല മാസ്ക് വെച്ചോണ്ടാണ് നടക്കുന്നത്, ഇല്ലേ? ചർച്ചിലൊരു മാസ്ക്, സ്കൂളിലൊരു മാസ്ക്, ക്യാമ്പിന് വരുമ്പോൾ ഒരു മാസ്ക്, വീട്ടിലൊരു മാസ്ക്. മാസ്ക് ഇല്ലാത്തത് എപ്പോഴാണ്? ഉറങ്ങുമ്പോൾ കണ്ണാടിയൊക്കെ ഊരി വെച്ചിട്ട് ഉറങ്ങുന്ന പോലെ. ഉറങ്ങുമ്പം ഈ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, രാത്രി ഉറക്കത്തിൽ സംസാരിക്കുന്നത്. അന്ന് പലതും പുറത്തു വരും. ആ സമയത്ത് രാവിലെ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയി നിന്ന് ഫോണിൽ കൂടെ സംസാരിച്ച സാധനമൊക്കെ ആയിരിക്കും രാത്രി കടന്ന്. അപ്പം പപ്പായും മമ്മിയും ഒക്കെ അടുത്ത് വന്ന്, ഇവൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്, എന്തുവായി സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അറിയല് വീട്ടില്.
ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ അല്ല. ആ ഏ മാസ്ക് ചുമയായോട്ട് മാസ്ക് ചോദിച്ചു. ഓക്കെ. സോ അഭിനയമാണ് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ആശയം. Hypocrisy means saying you believe in something but acting in a different way. A hypocrite pretends to be something they are not. ഈ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് കണ്ടുപിടിക്കാന്നുള്ളത് അല്ലേ. എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. ലോകത്തിൽ എവിടെ നോക്കിയാലും ഈ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ. പല പ്രൊഡക്ട്സും എടുത്ത് നോക്കിയാൽ ഒറിജിനൽ എന്താ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാമോ? വാച്ച്, വാച്ച്, ഷൂസ്, മൊത്തം ചൈനയുടെ സാധനമായിരിക്കും വന്ന് ഇരിക്കുന്നത്. അത് നമ്മൾ ഭയങ്കര ബ്രാൻഡഡ് സാധനമാണെന്നൊക്കെ പറഞ്ഞാണ് വലിയ സെറ്റപ്പായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരിക്കും അല്ലേ. ഇതുപോലെ പിന്നെ വേറെന്താ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഡ്യൂപ്ലിക്കേറ്റാ. നമ്മളെ ഡ്യൂപ്ലിക്കേറ്റാ, പിന്നാണോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യം ഇല്ലേ. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര മാത്രം റിസർച്ച് ചെയ്താലും പലപ്പോഴും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫേക്ക് പ്രൊഫൈൽസ്, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ ചെറിയ പുഞ്ചിരി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടംപോലെ പ്രൊഫൈൽസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് ശരിയാണോ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് ഒരു പിടിയില്ല. 10-90 വയസ്സുള്ളവൻ വരെ 18ന്റെ പടവും ഒക്കെ വെച്ച് പഞ്ചാര അടിക്കുന്ന ടീമുകളുണ്ട്. നമ്മളും പലപ്പോഴും നല്ല അടിപൊളി പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ അഭിനയിക്കുകയാണ് വേറൊരാളിനെ പോലെ. പലരെയും വളയ്ക്കാൻ, പലരോട് സംസാരിക്കാൻ, പലരെ റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കലാപരിപാടികളാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. ഫേക്ക് പ്രൊഫൈൽ. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഫേക്ക് സ്പിരിച്വൽ പ്രൊഫൈൽ നമുക്കുണ്ട്. നമ്മൾ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അടിപൊളിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമ്മളൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് കല്യാണാലോചനകളുടെയൊക്കെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ഗോഡ്സ് ഫിയർ, ദൈവത്തെ ഭയപ്പെടുന്നതാണ്. പിന്നെ പാസ്റ്ററിന്റെ മോനാണ്. അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ട്. പാസ്റ്ററിന്റെ മോനാണ്. പിന്നെന്താ എന്താ ഇങ്ങോട്ടൊന്നൊക്കെ ചർച്ചിൽ ആക്റ്റീവാണ്. യൂത്ത് മിനിസ്ട്രീസിലൊക്കെ ഉള്ള ആളാണ്. പിന്നെ ആരാധനയ്ക്ക് ചിന്ത പറയുന്ന ആളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തികഞ്ഞു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഭക്തരായ പെൺകുട്ടികളിൽ നിന്ന്, ആൺകുട്ടികളിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു, അല്ലെ ആഗ്രഹിക്കുന്നു അല്ലേ. സോ നമ്മളൊരു പ്രൊഫൈൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചർച്ചിൽ മെമ്പറാണ്, ചർച്ചിൽ വളരെ ആക്റ്റീവാണ്, യൂത്ത് മിനിസ്ട്രീസ് ചെയ്യുന്ന ആളാണ്, പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. ഈ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആളിയാൻ സൂപ്പറാ, പിടിച്ച് കെട്ടിച്ചേക്കാം. കെട്ടി കഴിയുമ്പോഴല്ലേ അറിയുന്ന ഇവൻ രക്ഷിക്കപ്പെട്ടതുപോലും ആയിരിക്കത്തില്ല ചിലപ്പോൾ. നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടവരെ പോലെ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ അറിയാം. ചർച്ചിൽ എഴുന്നേറ്റ് നല്ലൊരു ചിന്ത പറഞ്ഞാൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. എഴുന്നേറ്റ് നല്ല 2 വാചകത്തിൽ 2 കസർത്തൊക്കെ അടിച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. സോ നമ്മൾ ജീവിതത്തിൽ പലതുമായിരിക്കും, പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പിരിച്വൽ പ്രൊഫൈലുണ്ട്. അത് വളരെ അപകടം പിടിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് നേർ വിപരീതമായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അപകടകരമായ ഒരു കാര്യമാണ്. ഹിപ്പോക്രസി എന്ന് പറയുന്നത് ഒരു വലിയ ക്രൈസിസ് ആണ്, ഒരു വലിയ പ്രതിസന്ധിയാണ്. ഹിപ്പോക്രസി ഒരു വലിയ പാപമാണ്. ഹിപ്പോക്രസി ഒരു വലിയ പ്രതിസന്ധിയാണ്.
പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ജീവിതം എന്താ പറയുന്നത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പക്ഷേ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ ഹിപ്പോക്രസി, കപടഭക്തി എന്ന പ്രതിസന്ധി പലപ്പോഴും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അഭിനയിക്കുകയാണ്. മറ്റുള്ളവരോട് നമ്മൾ നമ്മളുടെ റിയാലിറ്റിയെക്കുറിച്ച് പറയുന്നില്ല, അത് ഷെയർ ചെയ്യുന്നില്ല, അതിന് സൊല്യൂഷൻ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് ജീവിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ ജെയ്സൺ സാറ് പഠിപ്പിച്ച ക്ലാസ്സിൽ ഒരു സ്ലൈഡാണിത്. മേജർ സീക്രട്ട് ഓഫ് ഹോളി ലിവിങ് ലൈസ് ഇൻ ഡാഷ്. എന്തായിരുന്നു? മൈൻഡ്. വെരി ഗുഡ്. അത് ആരുടെ കോട്ടായിരുന്നു? ജോൺസനോ? ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തോട്ടായിരുന്നു. ദ മേജർ സീക്രട്ട് ഓഫ് ഹോളി ലിവിങ് ലൈസ് ഇൻ മൈൻഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ഹിപ്പോക്രസി എന്ന് പറയുന്ന കാര്യം. എന്താണെന്നറിയാമോ? ഈ ഹിപ്പോക്രസിയുടെ അല്ലെങ്കിൽ കപടഭക്തിയുടെ മേജർ സാധനം എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ? നമ്മുടെ മനസ്സിലായിരിക്കും. കാരണം നമ്മുടെ മുഖത്ത് കാണുന്നതൊന്ന്, നമ്മുടെ മനസ്സിലിരിക്കുന്നത് വേറൊന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒരാൾ കയറി വന്നാൽ നമ്മൾ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? ആളിയോ വന്നല്ലോ ഒക്കെ പറഞ്ഞ് കെട്ടിയൊക്കെ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ഉമ്മ കൊടുക്കുമ്പോൾ അപ്പുറത്ത് ഇവനൊക്കെ കയറി വരാൻ കണ്ട സമയം എന്നായിരിക്കും ഉള്ളി പറയുന്നത്. പക്ഷേ നമ്മൾ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഉമ്മ വെക്കും ഒക്കെയാ. പക്ഷെ ഉള്ളിൽ എന്താ? അതാ പറഞ്ഞത്, നമ്മുടെ മനസ്സാണ് അതിൻ്റെയും സീക്രട്ട് സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്തായിരിക്കുന്നത്? നമ്മുടെ മനസ്സ് വൈകൃതമായി പോയി ഇരിക്കുകയാണോ? നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നത് തന്നെയാണോ മനസ്സിലിരിക്കുന്നത്? അതോ ഡബിൾ റോൾ ആണോ നമ്മൾ കളിക്കുന്നത്? സോ നമ്മൾ വിശുദ്ധ ജീവിതത്തിന്റെ മേജർ സീക്രട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മറുവശം നമ്മുടെ കപടഭക്തിയുടെയും മേജറായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ. സോ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പ്രത്യക്ഷത്തിലുള്ള ആക്ടിവിറ്റീസിനപ്പുറമായിട്ട്, പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്ന ജീവിതത്തിനപ്പുറമായിട്ട് നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. നമ്മൾ ചിലപ്പം പറയാറില്ലേ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലരിങ്ങനെ ഇങ്ങനെ വളഞ്ഞു 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 വളഞ്ഞ് പോകുമ്പോൾ നമ്മൾ പറയാ, നിന്റെ പോക്ക് കണ്ടിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? സോ ഉള്ളിലൊരു സാധനം നമ്മുടെ മനസ്സിൽ ഇരിപ്പുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ അതിനെ പ്രതിഫലിപ്പിക്കുന്നത്. സോ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ്? മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ വെളിയിൽ എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വേറൊരു സ്ലൈഡ് ജെയ്സൺ സാർ പറഞ്ഞത്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വെൻ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് ഇൻ പർട്ടിക്കുലർ? നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ശ്രമിക്കുകയല്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നത്. അതാണ് നിങ്ങൾ. ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നത് എന്താണോ അതാണ് നിങ്ങൾ. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ രഹസ്യമായി ഒരു മുറിയിലിരിക്കുമ്പോൾ മറ്റാരും കാണാത്ത അവസരങ്ങൾ, മറ്റാരും ശ്രദ്ധിക്കാത്ത അവസരങ്ങൾ, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന എൻ്റെ സമയം, ആ സമയം ഞാൻ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? അതാണ് നിങ്ങൾ. അതാണ് യഥാർത്ഥമായ നിങ്ങൾ. ബാക്കിയെല്ലാം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ദൈവത്തെയാണോ പ്ലീസ് ചെയ്യുന്നത്, മനുഷ്യനെയാണോ പ്ലീസ് ചെയ്യുന്നത്? ദൈവത്തെയാണോ ഇംപ്രസ് ചെയ്യുന്നത്, മനുഷ്യനെയാണോ ഇംപ്രസ് ചെയ്യുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരുപക്ഷെ മനുഷ്യനെ പ്ലീസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ദൈവത്തെ പ്ലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നലെ ജെയ്സൺ സാർ അവസാനിപ്പിച്ചപ്പോൾ അതാ പറഞ്ഞത്, ദൈവത്തിന്റെ ഏറ്റവും ഒഴിച്ചു നിൽക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം.
പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധിയുള്ള ജീവിതം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. എന്നാൽ പുറമേ നാം വിശുദ്ധിയുള്ളവരെ പോലെ ജീവിക്കുകയാണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റിയാലിറ്റി പലപ്പോഴും റിയൽ ക്രിസ്ത്യൻ ലൈഫ് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഫേക്ക് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്, നമ്മൾ പരിശീലനം നേടുന്നത്, അല്ലെ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്നത് നമ്മൾ സഭയിൽ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ക്യാമ്പിൽ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എൽഡേഴ്സിന്റെയും അങ്കിൾമാരുടെയും മുമ്പിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്നത്. പക്ഷെ ദൈവം മുമ്പാകെ എൻ്റെ ഹൃദയത്തെ എത്രമാത്രം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം, ഒരു എഫേർട്ട്, ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. സോ ബൈബിളിൽ നിന്ന് ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരായ 2 വ്യക്തികളെ ഞാൻ മുന്നിലോട്ട് ക്ഷണിക്കുന്നു. അവർ വേദിയിലേക്ക് ഇപ്പോൾ വരുന്നതായിരിക്കും. അവർ നിങ്ങളുടെ മുമ്പാകെ ഈ രംഗം അഭിനയിച്ച് കാണിക്കുന്നതായിരിക്കും. ഓവർ ടു ആക്ടേഴ്സ്. ഭിക്ഷക്കാർ കഴിക്കട്ടെ ഇന്ന്. അനന്യാസും സഫീറയും പൈസയായി. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ പൈസ എന്ത് ചെയ്യും? അതെ, പ്രബോധന പുത്രനായിട്ടുള്ള ബർണബാസ് എന്നാ ഷോ ആയിരുന്നു. അവൻ ഭയങ്കര ഷോയാ. സ്ഥലം വെച്ചിട്ടേ ആ പൈസ മൊത്തം ആ ഒരു കാൽക്കൽ വെച്ചെന്ന് കേട്ടത്. പത്രോസിന്റെ പത്രോസിന്റെ. അതിനുമ്പ് ഒരു ഐഡിയ ചെയ്താലോ? എന്നാ ഈ പൈസ നമ്മളിങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇടുന്നു. ഓ, നീ അവിടെ കിടക്കും. ഓ, എന്ത് രസം, എന്ത് രസം, എന്ത് രസം. ഇനിയെങ്കിലും ഈ വയറൊന്ന് കുറയ്ക്കില്ല അനന്യാസേട്ടാ. സഫീറേ, നേരത്തെ എന്തോ പറഞ്ഞല്ലോ, പ്രബോധന പുത്രനോ അങ്ങനെ എന്തോ. പത്രോസിന് കാൽക്കല് പണം വെച്ചെന്ന്. ആര്? പ്രബോധന പുത്രനായ ബർന്നബാസ്. എന്നാ ചെയ്യും നമ്മള്? നമുക്കേ പത്രോസിന് മുമ്പിൽ പോയിട്ടെ കുറച്ച് ക്യാഷ് അങ്ങ് വീശിയാലോ? പുള്ളി വിചാരിക്കും മണ്ടനെ വിശ്വസിക്കും നമ്മൾ വിറ്റ പൈസ മുഴുവൻ പുള്ളിയുടെ കയ്യിൽ വെച്ചത്. അത് ശരിയാ. അല്പമെങ്കിലും സുവിശേഷന്മാർ കൊടുത്തില്ലെങ്കിലേ അവരെന്നാ പറയും? അവരെന്നാ പറയുന്നേ, ഇവന്മാരുടെ വാ എടുപ്പിക്കുന്നേ. അതാണ്. അപ്പൊ നമുക്ക് പൈസ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇത് ലോക്കറിൽ നിർത്തിട്ട് ഇങ്ങനെ പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് പത്രോസിന്റെ കാലത്ത് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പോകണമല്ലേ. അപ്പോൾ പത്രോസ് എന്ന് പറയുമ്പം ഞാൻ ആദ്യം പോയിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് എണ്ണയൊക്കെ വെച്ചൊന്ന് കുളിച്ച് നിൽക്ക്. കുളിച്ച് സുന്ദരമായിട്ട് വരാം. പത്രോസോര ഏതേ വായിക്കുന്നു? പത്രോസിന് തെറ്റി, അന്ന് അപ്പോസ്തല പ്രവൃത്തികളില്ല. ഓക്കെ, പത്രോസേട്ടാ ഒന്ന് ശ്രദ്ധിക്ക്.
അനന്യ സഹോദരൻ, സഭയിലെ മെയിൻ സഹോദരൻ, മുൻപന്തിയിലിരിക്കേണ്ട സഹോദരൻ വന്നത് കണ്ടില്ലേ പത്രോസ് സഹോദര? യെരുശലേമിൻ്റെ അടുത്തുള്ള ബെത്ലഹേമിൻ്റെ അടുത്തുള്ള കണ്ണായ സ്ഥലം ഞങ്ങളങ്ങ് വിറ്റു. അവിടുത്തെ ഉടമസ്ഥൻ പറഞ്ഞു 1.5 ലക്ഷം തരുവുള്ളെന്ന്. ഞാൻ വിചാരിച്ചു അത് ശരിയല്ല. ഈ പൈസ ദൈവത്തിന് കൊടുക്കാനുള്ള പൈസയാണ്, സുവിശേഷ ഘോഷണത്തിന് കൊടുക്കാനുള്ള പൈസയാണ്, പാവങ്ങളെ സഹായിക്കാനുള്ള കണ്ണുനീരൊപ്പാനുള്ള പൈസയാണ്. അതുകൊണ്ട് ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഹലോ 2 ലക്ഷം, മിനിമം 2 ലക്ഷം ഇല്ലാതെ 1 സെൻറ്റ് പോലും ഞാൻ വിൽക്കില്ല എന്ന്. ആ വിറ്റ പൈസ മുഴുവൻ ഇതിനകത്തുണ്ട്. ഒറ്റ മിനിറ്റ് മോനെ, ഒരു 100 രൂപയ്ക്ക് ഒരു സുവിശേഷം പറയട്ടോ. അപ്പൊ ഈ പൈസ സുവിശേഷ ഘോഷണത്തിനായിട്ട് ഞാൻ അപ്പോസ്തലനായ പത്രോസിന്റെ കാൽക്കൽ സമക്ഷം വെച്ചുകൊള്ളുന്നു. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് യാതൊരു കടുപ്പാൻ നീയും പിശാചും തമ്മിൽ ഒത്തതെന്ത്? ഇത്രയ്ക്കാൻ തരാൻ പറ്റത്? ഈ അനന്യാസേട്ടന് കുറച്ച് വെള്ളം താടാ മക്കളെ. അയ്യോ, അനന്യാസേട്ടാ, അനന്യാസേട്ടാ, എന്റെ അനന്യാസേട്ടനെ കണ്ടോ? എന്റെ അനന്യാസേട്ടനെ കണ്ടു നിങ്ങൾ ആരെങ്കിലും? എന്റെ അനന്യാസേട്ടൻ, പത്രസച്ചായ, പത്രസച്ചായ, എന്റെ അനന്യാസേട്ടൻ എവിടെ? അനന്യാസേട്ടാ, അനന്യാസേട്ടാ, അയ്യോ, കാണുന്ന എല്ലാവരും ഞാൻ അനന്യാസേട്ടനെ വിളിച്ചു പോവാ. അനന്യാസേട്ടനെ കാണാനില്ല. പത്രസച്ചേ പറയൂ, എന്താ ചോദിച്ചത്? അതെ, ഇച്ചായ മുഴുവനായി കൊണ്ടുവന്ന് കാൽക്കൽ വെച്ചില്ലേ? പരീക്ഷിക്കാൻ നിങ്ങൾ തുനിഞ്ഞതെന്ത്? ഇനി ഏരിയ കണ്ടുപോയേക്കല്ലേ, പോയിക്കോ. പത്രോസേ, ഈ അനന്യാസിന്റെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? നോക്കോ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ഒന്ന് എന്ത് ചെയ്തു? വിറ്റു. ഭാര്യയുടെ അറിവോട് വിലയിൽ കുറെ എടുത്ത് വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ, ദെൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ദെൻ നിന്റെ കൈവശം ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു, പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി.
ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇവിടെ അനന്യാസ് പത്രോസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കാൽക്കൽ കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായി. താൻ വിറ്റത് മുഴുവൻ കൊണ്ട് വെച്ചു എന്നാണ് അവിടെ താൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ റിയാലിറ്റി എന്താ? ഒരംശമാണ് കൊണ്ടുവരുന്നത് അല്ലേ? നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം നിൻഹീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നേ. ചെയ്യുന്നുണ്ടോ? എല്ലാം ഞാൻ ഏകുന്നെന്നാ പറയുന്നത്. ഇവിടെ അനന്യാസും അത് തന്നെയാണ് ചെയ്തത്. എല്ലാം ഞാൻ കൊണ്ട് കാൽക്കൽ വെച്ചിരിക്കുന്നു എന്നാ. പാട്ട് പാടുന്നത് തെറ്റൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ആഗ്രഹമാത്, നമ്മുടെ പ്രാർത്ഥനയത്. പക്ഷേ ആത്മാർത്ഥമായി അത് പാടാൻ പറ്റുന്നുണ്ടോ? ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ? ഇന്ന് രാവിലെ നമ്മളൊരു പാട്ട് പാടിയല്ലോ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. മുളിക്കേ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും സത്യം പറ. ശരിയാണോ അല്ലയോ? മാസ്ക് നമ്മൾ ഈ വർഷിപ്പിന് കയറുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മുത്തേ, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, എൻ്റെ ഹൃദയം മുഴുവൻ നീയാണ്, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്ത് കയറി വന്ന് പാടുന്നത്. എൻ്റെ സ്നേഹം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അപകടകരവും മരണകരവുമാണ് എന്ന് പറയും. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മൾ ഇതിന് യാതൊരു സീരിയസ്നെസ്സും പലപ്പോഴും കൊടുക്കാറില്ല. വളരെ നിസ്സാരമായിട്ട് അതും ഇതും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോവാം. അവിടെയും സ്നേഹം, ഇവിടെയും സ്നേഹം. പക്ഷേ നമ്മൾ അകത്ത് വരുമ്പോൾ കപട സ്നേഹമാണ് പലപ്പോഴും ദൈവത്തോട് കാണിക്കുന്നത്, കർത്താവിനോട് കാണിക്കുന്നത്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നീ എന്നെ ഇവയിൽ അധികമായി സ്നേഹിക്കുന്നോ? പത്രോസ് എന്താ പറഞ്ഞേ? യെസ്, ഞാൻ സ്നേഹിക്കുന്നു. കർത്താവ് എന്നാ ചോദിക്കുന്നത്? കൂടില്ലയോ? ഞാൻ എപ്പോഴും എല്ലാത്തിനും റെഡി ആയിട്ടില്ലയോ? എന്ത് പറഞ്ഞാലും ഞാനല്ലേ മുന്നിൽ നിൽക്കുന്നത്. വീണ്ടും ചോദിച്ചു, നീ സ്നേഹിക്കുന്നോ? യെസ്. അവസാനം ചോദിച്ചപ്പോ പത്രോസിന്റെ മറുപടി എന്തായിരുന്നു? ലോർഡ്, യു നോ എവറിത്തിങ്, നീ സകലതും അറിയുന്നു. പ്രിയമക്കളെ, നമ്മൾ പാട്ട് പാടുമ്പോ, അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പാടുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് എല്ലാം അറിയുന്നു. ആ ഒരു റിയലൈസേഷനിൽ വേണം പാടാൻ. ആ ഒരു റിയലൈസേഷനിൽ വേണം നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് പകരുവാൻ. ദൈവം എല്ലാം അറിയുന്നു. എത്ര പെർസെന്റേജ് സ്നേഹം കർത്താവിനോടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നതല്ല കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതാണ് കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. സോ അനന്യാസ് ചെയ്ത കാര്യത്തെ പത്രോസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചു. ഇങ്ങനെ ചെയ്യുവാൻ നീ മനസ്സ് വെച്ചത് എന്ത്? ഒരു സ്ലൈഡ് ഓർമ്മയുണ്ടോ? നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് എവിടെയാണ്? മൈൻഡിലാണ്. ഇപ്പൊ ഇവിടെ പത്രോസ് ചോദിക്കുന്നത് എന്താണ്? നീ ഇതിന് മനസ്സ് വെച്ചത് എന്ത്? വെളിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് അകത്ത് വന്ന് കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയാൻ പാടാൻ നീ മനസ്സ് വെച്ചത് എന്ത്? മൺഡേ ടു സാറ്റർഡേ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ജീവിച്ചിട്ട് സൺഡേ വന്നിട്ട് കർത്താവിന്റെ മേശയിൽ നിന്ന് ഒരു കുറ്റബോധവും ഇല്ലാതെ, ഒരു തിരിച്ചറിവും ഇല്ലാതെ പങ്കെടുക്കുമ്പോൾ ഇതിന് മനസ്സ് വെച്ചത് എന്ത്? ഇതൊന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് നിസ്സാരമല്ല, അപകടകരവും മരണകരവുമായ കാര്യമാണ്. അതാണ് അനന്യാസിന്റെയും സഫീറയുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായി മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇവിടെ
വലിയൊരു സംഭവം നടന്നു. അതിനുശേഷമാണ് ഒന്നും അറിയാതെ നമ്മുടെ സഫീറ കൊച്ചമ്മ വരുന്നത്. പുള്ളി എന്താ വേറെ ആണ്ട് പേരാ വിളിച്ചേ. വന്നിട്ട് അനന്യാസ് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അന്വേഷിച്ചതൊന്നും നടന്നില്ല. അവിടെ വായിക്കുന്നത് എന്താണ്, 3 മണി നേരം കഴിഞ്ഞപ്പോൾ മേ ബി വീട്ടിലെല്ലാം സെറ്റിലൊക്കെ ചെയ്ത് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തിട്ട് പാട്ടുമൊക്കെ പാടി വരുമായിരിക്കും. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ കർത്താവിൻ സന്നിധവും ഒന്നും അറിയാത്ത ആളിനെ പോലെ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ വരികയാ. നമ്മളും അങ്ങനെയാ പലപ്പോഴും. എന്നിട്ട് പത്രോസ് അവളോട്, ഭാര്യ ഈ സംഭവിച്ച ഒന്നും അറിയാതെ ആണ് അകത്ത് വരുന്നത്. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്, പറക എന്ന് പറഞ്ഞു. ഇത്രേ വിറ്റുള്ളോ? പിന്നല്ലാതെ അത്രേ വിറ്റുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഞാൻ അച്ഛനോട് പറഞ്ഞതാ, നേരെ ഇങ്ങനെ വന്നേക്കണം, വേറെ അങ്ങോട്ടും പോകില്ല, വേറെ എങ്ങും കൊടുക്കരുത്, ഫുള്ള് കൊണ്ട് പത്രോസിന്റെ കാൽക്കൽ വെച്ചേക്കണം. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? പലപ്പോഴും ഒരു ഒത്തുകളിയല്ലേ, പലപ്പോഴും ഒരു കളിയല്ലേ നമ്മുടെ ആത്മീയ ജീവിതം. നമ്മുടെ മനസ്സിനെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പലതും കാണിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു പ്രാണനെ വിട്ടു. ഞാൻ ചിന്തിക്കാന്ന്, പപ്പാന്ന് പോലും പറയാനുള്ള അവസരം, ഒരു ന്യായവും പറയാനുള്ള അവസരം കിട്ടിയില്ല, തീർന്നു. കപടഭക്തിയെ സീരിയസ് ആയിട്ട് നമ്മൾ കാണും, നിസ്സാരമായിട്ട് കാണരുത്. കാരണം കപടഭക്തിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അടിപൊളിയാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് ക്യാൻസർ പോലെ നമ്മളെ തിന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്രയും ഗൗരവത്തോടെ നമ്മൾ ആ വിഷയത്തെ കാണേണ്ടതാണ്. ഐശയ്യാ 29:13 ഇങ്ങനെ വായിക്കുന്ന, ഈ ജനം അടുത്തു വന്ന് വായു കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ കൽപ്പന അത്രേ. സോ ഇവിടെ വായു കൊണ്ടും അധരം കൊണ്ടും ഒക്കെ സംഭവം പൊളിയാ, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. പാട്ടിന് പാട്ടുണ്ട്, പ്രസംഗത്തിന് പ്രസംഗമുണ്ട്, ചിന്തയ്ക്ക് ചിന്തയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ ഒബ്സർവ് ചെയ്യുമ്പോൾ, കർത്താവ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഹൃദയം എന്നിൽ നിന്ന് ഒത്തിരി അകന്നിരിക്കുക. സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ പ്ലാനുകൾ എന്തും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ മോട്ടീവാണ് ഞാൻ തൂക്കി നോക്കുന്നത്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെയും ഒക്കെ മോട്ടീവാണ് ദൈവം തൂക്കി നോക്കുന്നത്. നമ്മുടെ പ്രവർത്തികളെ തൂക്കുമ്പോൾ ഒരുപക്ഷെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ ആ പ്രവർത്തികളുടെ മോട്ടീവ് നോക്കുമ്പോൾ ഒരു വെയിറ്റും കാണത്തില്ല ദൈവത്തിന്റെ മുമ്പാകെ. നമ്മളെ ഓരോരുത്തരെയും ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് തൂക്കി നോക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തികളും ഹൃദയത്തിന്റെ വിചാരങ്ങളും തൂക്കി നോക്കാൻ കൊടുക്കുമ്പോൾ ഏതിനാ തൂക്കം കൂടുതലുള്ളത്? നമ്മളൊക്കെ ഹൃദയം കൊണ്ട് ഒത്തിരി ദൂരെയല്ലേ? നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലാ? നമ്മുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചുള്ള ചിന്തകളാ? നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു സ്വയ പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. ഹൃദയത്തിലൊന്ന് പറയുന്നത് വേറൊന്ന്. ഹിപ്പോക്രസി ഒരു വലിയ ക്രൈസിസ് ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വലിയൊരു പ്രതിസന്ധിയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ജീവിതം ഈ കപടഭക്തിയിലൂടെ ജീവിക്കുമ്പോൾ അത് ക്യാൻസർ പോലെ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക.
അത് റിയലൈസ് ചെയ്യാതെ, അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാതെ, അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കാതെ നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, അതിൽ ചിലത് മാത്രം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഫേക്ക് ലൈഫ് ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫേക്ക്നെസ് കൂടിക്കൊണ്ടിരിക്കും, ഈ കപടത കൂടിക്കൊണ്ടിരിക്കും. ആദ്യം ചെറിയ നിലയിലുള്ള കപടതയൊക്കെ ആയിരിക്കാം നമ്മൾ കാണിക്കുന്നത്, അതൊക്കെ ഓക്കെ ആയി എന്ന് തോന്നും, പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. ഇങ്ങനെ സ്ലോലി 1 by 1 ഈ ഫേക്ക്നെസ് കൂടിക്കൊണ്ടിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ക്യാൻസറിന്റെ സ്റ്റേജസ് മാറുന്ന പോലെ ഇതിന്റെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കും. ചില സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പോലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് തീരാനിടയുണ്ട്. നമ്മൾ ദൂരോട്ട് പോകും തോറും അടുത്തോട്ട് വരാൻ പ്രയാസമാണ്. നമ്മൾ ഒരു നിലയിൽ നിന്ന് വീഴുന്ന പോലെയല്ല മൂന്നാമത്തെ നിലയിൽ നിന്ന് വീഴുന്നത്. മൂന്നാമത്തെ നിലയിൽ നിന്ന് വീഴുന്ന പോലെയല്ല അഞ്ചാമത്തെ നിലയിൽ നിന്ന് വീഴുന്നത്. നമ്മൾ ദൂരം കൂടുന്തോറും, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും. അതുകൊണ്ട് നമ്മളുടെ സ്റ്റേജ് എന്താന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ നോക്കണം. അല്ലാതെ ഫേക്ക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന നാളെ നിങ്ങൾ അപകടത്തിൽ ചെന്നപ്പെടും. സോ ക്രൈസിസ് ആണ് പറഞ്ഞതിൻ്റെ വലിയൊരു റീസൺ നമ്മുടെ ഫേക്ക്നെസ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇറ്റ് അഫക്റ്റ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം, പേഴ്സണൽ ബന്ധം നഷ്ടപ്പെടും ഇൻ ദ സെൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പേഴ്സണലി ഞാൻ മുമ്പേ പറഞ്ഞു അതിൻ്റെ സീക്രട്ട് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് കർത്താവിനെ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കത്തില്ല. റോമർ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, അല്ലേ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സോ ഈ മനസ്സ് രൂപാന്തരപ്പെടുത്താതെ നമ്മളെ ഫേക്ക്നെസ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകും തോറും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയം ദൂരെയാണ്. ഒരു റിബല്യസ് മൈൻഡിൽ ഒരു പക്ഷേ ഇരിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഇനിയും ഇതിനോട് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്. ആ ദൂരം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഫേക്ക്നെസ് കൂടും, ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകലം കൂടിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയായിത്തീരും. ഇറ്റ് ഹിൻഡർ റിയൽ സൊല്യൂഷൻസ്. യഥാർത്ഥ പ്രശ്നത്തിൻ്റെ പരിഹാരം തടസ്സപ്പെടും. എൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകും. ആ യഥാർത്ഥ പ്രശ്നത്തെ എനിക്ക് സോൾവ് ചെയ്യാൻ പലപ്പോഴും സാധിക്കത്തില്ല. നമ്മളുടെ പ്രശ്നത്തെ നമ്മൾ കപടഭക്തി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മറ്റുള്ളവരോട് പറയാതെ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ നമ്മൾ പലതും വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ ആ പ്രശ്നത്തിന് പലപ്പോഴും സൊല്യൂഷൻ കിട്ടുന്നില്ല. സൊല്യൂഷൻസിന് തടസ്സമാകും നമ്മുടെ കപടഭക്തി. പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ദൈവസന്നിധിയിൽ തന്നെ അതുപോലെ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ദൈവത്തിന് നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത വലിയ പ്രശ്നമാണ് ഇറ്റ് കറപ്റ്റ് അവർ കമ്മ്യൂണിറ്റി. എൻ്റെ ജീവിതത്തെ മാത്രമല്ല, അതെൻ്റെ സമൂഹത്തെയും കൂടെ ബാധിക്കും. ഇതൊരു ക്യാൻസർ പോലെയാണെന്ന് പറഞ്ഞു. എന്നിലത് സ്പ്രെഡ് ചെയ്യും, അത് സമൂഹത്തിലേക്കും സ്പ്രെഡ് ചെയ്യും. മറ്റുള്ളവർ ഇത് കൊള്ളാമല്ലോ, വെളിയിൽ ഒരു ജീവിതം, അകത്തൊരു ജീവിതം, അപ്പോൾ ഇതെനിക്കും അങ്ങനെ ഫോളോ ചെയ്യാമല്ലോ. ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് അതങ്ങ് കണ്ടീഷൻഡ് ആകും. സോ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ പേരും അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഒന്ന്, നമ്മുടെ അഭിനയം വേറെ. അത് ഹോൾ കമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ, എല്ലാ ജനറേഷൻസ് നോക്കുമ്പോഴും പല രീതിയിലുള്ള പ്രശ്നമാണ്. സോ ഓരോ ജനറേഷനെ എടുത്ത് നോക്കുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ്, അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുവാണ്.
ദെൻ മീനിങ്ലെസ് വർഷിപ്പ് ആൻഡ് പ്രെയർ. നമ്മൾ എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എപ്പോഴും ആരാധിക്കണം. ഈ ആരാധനയൊക്കെ നമ്മൾ കപടഭക്തിയോടെ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധനയൊക്കെ മീനിങ്ലെസ് ആണ്. നമ്മുടെ പ്രാർത്ഥന മീനിങ്ലെസ് ആണ്. നിങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ് ആദ്യം തന്നെ കേട്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒന്നും ദൈവത്തിന് വേണ്ട. നിങ്ങളുടെ ഉത്സവങ്ങളും സഭായോഗങ്ങളും ഒക്കെ കണ്ട് മടുത്തെന്നാണ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, ഇല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. നമ്മുടെ വർഷിപ്പും നമ്മുടെ പ്രേയറും ഒക്കെ പലപ്പോഴും ദൈവം മടുത്തിരിക്കുക. സൺഡേയിലൊക്കെ നമ്മളതങ്ങ് കണ്ടീഷൻഡായി. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളുടെ ഭക്തി വെറും മാനുഷ കൽപ്പന പോലെ അത്ര എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആമേൻ പറയണം, അതൊരു ഒരു റൂട്ടീനായി മാറി. സൺഡേയിൽ ചർച്ചിൽ പോകണം, കർത്തൃമേശ എടുക്കണം. എത്രമാത്രം അതിൻ്റെയൊക്കെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് പ്രാർത്ഥന. ആമേൻ എന്ന് പറയുന്നതെല്ലാം അങ്ങനെ തന്നെ. നമ്മളും ആ പ്രാർത്ഥിക്കുന്ന ആളിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കത്തുപോലുമില്ല. അവസാനം ആമേൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പറയുക. അതൊരു മെക്കാനിസമാണ്. അതൊരു മാനുഷ്യ കൽപ്പനയുടെ ഭാഗം മാത്രമാണ്, ഭക്തിയല്ല. അത് സൺഡേ ചർച്ചിൽ പോകുന്നത് അതൊരു ഭക്തിയല്ല. പലതും കണ്ടീഷനായിട്ട് തീർന്നിരിക്കുക. ഫ്രൂട്ട്ലെസ് മിനിസ്ട്രി. പലപ്പോഴും മിനിസ്ട്രി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറയും, പക്ഷേ നമ്മുടെ ജീവിതം പലപ്പോഴും ഇല്ല. ജീവിതമില്ലാതെ മിനിസ്ട്രി ചെയ്യുന്നു. ഫ്രൂട്ട്ലെസ് മിനിസ്ട്രി. ഫെയിൽ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇത് വലിയൊരു ക്രൈസിസ് ആണെന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ, വലിയൊരു ആത്മീയ ജീവിതത്തെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ജീവിതത്തെ നമ്മുടെ കപടഭക്തി കൊണ്ടില്ലാതെ ആക്കുകയാണ്. പ്രിയ യുവതി യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഒരു പുനഃപരിശോധന ചെയ്തേ. ഞാനൊരു പക്ഷേ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, മിനിസ്ട്രിയിലൊക്കെ ഇൻവോൾവ് ആണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ റിയാലിറ്റി എന്താ? എൻ്റെ ഹൃദയത്തിൽ എന്താ? എൻ്റെ ഉള്ളിലിരിപ്പ് എന്താ? എൻ്റെ ഭക്തി ഒരു യഥാർത്ഥ ഭക്തിയാണോ? അത് വേഷം കെട്ടാണോ? വ്യാജമാണോ? ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഫേക്ക് ആണോ എന്നൊന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 1 Peter 2:1 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഓക്കെ, നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്നാണ് വായിക്കുന്നത്. സോ അവിടെ കാണുന്ന ഒരു കാര്യം, വ്യാജഭാവം എന്ത് ചെയ്യണമെന്നാ? നീക്കിക്കളയണം. വ്യാജഭാവം നീക്കിക്കളയണം. നമ്മൾ വ്യാജഭാവത്തോടെ ദൈവസന്നിധി വരരുത്. വ്യാജഭാവത്തോടെ ദൈവത്തെ ആരാധിക്കരുത്. വ്യാജഭാവത്തോടെ മിനിസ്ട്രിയിൽ ഏർപ്പെടരുത്. വ്യാജഭാവത്തോടെ സംസാരിക്കരുത്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ അവിടെ കപടഭക്തിക്കാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, കപടഭക്തിക്കാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് ആവർത്തിച്ച് ഏതാണ്ട് 7 പ്രാവശ്യം ആവർത്തിച്ച് ആ പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വ്യാജഭാവമാണോ? ഫേക്ക് സ്പിരിച്വൽ പ്രൊഫൈലാണോ നിങ്ങൾക്കുള്ളത്? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ളൊരു പ്രൊഫൈലാണോ നിങ്ങൾക്കുള്ളത്? അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രൊഫൈലാണോ നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ജെയിംസ് 3:17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. സോ കപടമില്ലാത്ത ജീവിതം എവിടെ നിന്നുള്ളതാ? ഉയരത്തിൽ നിന്നുള്ളതാ. കപടമുള്ള ജീവിതമോ? ഭൂമിയിൽ നിന്നുള്ള. ഹൂ വി ആർ എന്നുള്ള ചോദ്യത്തെ ഡിഫൈൻ ചെയ്യണം നിങ്ങൾ. ഹൂ ആം ഐ എന്നുള്ള ചോദ്യത്തെ നമ്മൾ ഓരോരുത്തരും ഡിഫൈൻ ചെയ്യണം, ആൻസർ ചെയ്യണം. ആ ആൻസർ അത് ഉയരത്തിൽ നിന്നുള്ളതാണോ ഭൂമിയിൽ നിന്നുള്ളതാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളോട് കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാതെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കും. ഫിലിപ്പി ലേഖനത്തിൻ്റെ സബ്ജക്റ്റ് എന്താ? എന്താ? റിജോയ്സ്, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള എക്സോട്ടേഷൻ ചെയ്യുന്ന പൗലോസ് അതിൻ്റെ ഇടയ്ക്ക് പറയുക, ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. കരഞ്ഞതിൻ്റെ റീസൺ എന്താ? അനേകർ എങ്ങനെയാ നടക്കുന്നത്? ക്രൂശിൻ്റെ ശത്രുക്കളായിട്ടാ. നമ്മൾ പലപ്പോഴും വ്യാജന്മാരായിട്ട്, ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് നമ്മൾ ജീവിക്കാറില്ലേ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അത് കപടമില്ലാത്തതാണ്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഉയരത്തിൽ നിന്നുള്ള വിസ്ഡം കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ഭൂമിയിൽ നിന്നുള്ള അഭിനയത്തിൻ്റെ ആ കെട്ടിൽ നിന്ന് പുറത്തു വരട്ടെ. ആ മാസ്ക് നമുക്ക് ഊരി വെച്ചിട്ട് ഒരു റിയൽ ലൈഫിലേക്ക് വരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതൊരു യുദ്ധമാകട്ടോ. 1 Peter 1:16 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആ വിശുദ്ധി എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം തൂക്കി നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ നടന്നാലും ചിലരെ കണ്ടില്ല, നമ്മൾ വെറുതെ നടന്നാലും നമ്മളെ എന്ന് തോണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തിന് മാത്രം, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, എൻ്റെ ഹൃദയത്തെ വേറെ ആർക്കും കവരാൻ പറ്റത്തില്ല. അതിനകത്ത് ദേഷ്യമോ അഹങ്കാരമോ അത്യാഗ്രഹമോ അല്ലെങ്കിൽ നിർവ്യാജമായിരിക്കുന്ന സ്നേഹമോ ഇതൊന്നും വരാതെ കർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതം, തീയതിനെ വെറുത്ത് നല്ലതിനെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം. എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം? കർത്താവ് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു. വിശ്വസ്തന്മാരുണ്ടോ? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഈ ജനറേഷനിൽ നിന്ന് നമുക്ക് ഭക്തന്മാരെ ആവശ്യമാണ്. നല്ലൊരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. കർത്താവിന് നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർത്താവിന് വേണ്ടിയത് ഒത്തിരി സ്കില്ലുള്ളവരെ ഒന്നുമല്ല, ഭയങ്കര കഴിവൊക്കെ ഉള്ള എനർജറ്റിക് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ഒന്നുമല്ല കർത്താവിന് വേണ്ടി. പിന്നെയോ ഭക്തിയുള്ളവരെയാണ് വേണ്ടിയത്, വിശ്വസ്തന്മാരെയാണ് വേണ്ടിയത്. അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സോ നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്താ? നമ്മുടെ റിയൽ ലൈഫ് എന്താ? എനിക്കറിയാം പലരും പല കാര്യങ്ങളെയും ഓർത്ത് പ്രയാസപ്പെടുന്നുണ്ട്. പലതിലേക്കും പലതും പലപ്പോഴും പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. അതിനകത്ത് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നമ്മൾ അനന്യാസിൻ്റെയും സബീരയുടെയും ജീവിതത്തിൽ നിന്ന് ശ്രദ്ധിച്ചത്, അവരൊരു പ്രവൃത്തി ചെയ്യുന്നു, പക്ഷേ ആ പ്രവൃത്തിയോടുള്ള ചോദ്യം എന്താ? നീ എന്തിനാ ദൈവത്തോട് വ്യാജം കാണിച്ചതെന്താ? യോസേഫിന് പാപം ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ യോസേഫ് ചോദിക്കുന്നത്, എനിക്ക് ദൈവത്തോട് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നാ. ഇവിടെ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒന്നാമത് ഉണ്ടാകേണ്ടുന്ന ഒരു സ്റ്റെപ്പാണ്, ഫസ്റ്റ് ഓഫ് ഓൾ റിയലൈസ് ദാറ്റ് ഐ എം എ സിന്നർ. അല്ലെങ്കിൽ ഞാനൊരു ഫേക്ക് ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് റിയലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, പലപ്പോഴും കളിപ്പീര് ജീവിതം, തട്ടിക്കൂട്ട് ജീവിതമാണ് എന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, അതാണ് തുടക്കം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇനിയും അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താ ദൈവം എന്താ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് MRI സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം അവിടേക്കാണ് നോക്കുന്നത്. ഞാനിവിടെ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. അവൻ എത്ര സ്കില്ലോടുകൂടെ പ്രസംഗിച്ചെന്നോ ക്ലാസ് എടുത്തൊന്നുമല്ല.
ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്തരംഗത്തിലെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ദാവീദ്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം, അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ല, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അത് കപടമില്ലാത്തതാണ്. ആ ജ്ഞാനം നമുക്ക് വേണം. ദെൻ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ ഒഴുക്കേണ്ടതിന് എന്നെ കഴുകണമേ. നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെ, ഹൃദയത്തിലെ വിചാരങ്ങളെ, നിലവുകളെ ഒന്നും വേറെ ആരും കാണുന്നില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ വേറെ ആരും കാണുന്നില്ല. പക്ഷേ ദൈവം മുമ്പാകെ അത് നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. അത് എത്രത്തോളം ദൈവസന്നിധി നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രാർത്ഥന, ദൈവമേ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദാറ്റ്സ് വാട്ട് വി നീഡ്. നിർമ്മലമായ ഹൃദയം. ഡു വി ഹാവ് ദാറ്റ്? ആ ഒരു ഹൃദയം നമുക്ക് ഉണ്ടോ? ആ ഹൃദയം നമ്മളെ കൊണ്ട് നമുക്ക് തന്നെത്താൻ അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതിന് കർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. നെക്സ്റ്റ് വേഴ്സ് ഹെൽപ്സ് ദാറ്റ്. എന്താ? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. പ്രിയ യുവാക്കളെ, ഒരു പക്ഷേ വ്യത്യസ്തമായ ജീവിത ശൈലിയിലൂടെയൊക്കെ ജീവിക്കുന്നവരായിരിക്കും നിങ്ങൾ. വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നവരായിരിക്കും നിങ്ങൾ. വ്യത്യസ്തമായ പാപങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. വ്യത്യസ്തമായ അഡിക്ഷൻസിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിറയെ കപടതയായിരിക്കാം. പേരൻസിൻ്റെ മുമ്പിൽ ഒരു മുഖം, ചർച്ചിലൊരു മുഖം, കോളേജിലൊരു മുഖം, ഇങ്ങനെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ജീവിതശൈലിയിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, എൻ്റെ ഹൃദയം എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം തരണമേ. ഇനിയെങ്കിലും എനിക്ക് പറ്റിക്കാതെ ജീവിക്കാൻ ഒരു കൃപ തരണമേ. ഇനിയെങ്കിലും കപടതയില്ലാതെ ജീവിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല. വെളിയിൽ എനിക്ക് പല റിലേഷൻഷിപ്പുണ്ട്. അകത്ത് വരുമ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. വെളിയിൽ ഡ്രഗ്സൊക്കെ അടിച്ച് ഞാനിങ്ങനെ നടക്കുക. അകത്ത് വരുമ്പോൾ ഞാൻ പാട്ടുമൊക്കെ പാടി ദൈവത്തെ ആരാധിച്ച് നടക്കുക. വെളിയിലിറങ്ങുമ്പം നല്ല തെറിയൊക്കെ പറഞ്ഞാൽ, ഇഷ്ടംപോലെ തെറിയൊക്കെ പറഞ്ഞാൽ, അകത്ത് വരുമ്പോൾ സ്തോത്രവും ഹല്ലേലൂയ ഒക്കെ പറഞ്ഞായിരിക്കുന്നത്. എത്ര നാളിങ്ങനെ ജീവിക്കാൻ പറ്റും? എത്ര നാൾ ദൈവം മുമ്പാകെ കപടത കാണിക്കാൻ പറ്റും? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുമോ? റിപ്പൻറ്റൻസ്. ഇതൊരിക്കലും മനുഷ്യൻ്റെ മുമ്പാകെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെ ആരും അറിയത്തില്ല, എന്നെ നിങ്ങൾക്കും അറിയത്തില്ല. അറിയാവുന്നതൊക്കെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. വർഷത്തിലൊരിക്കൽ കാണുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലും മീറ്റിങ്ങിനൊക്കെ വെച്ച് കാണുന്നു. എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഹൃദയം ശുദ്ധീകരിക്കാൻ, നിർമ്മലമായൊരു ഹൃദയമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ദൈവസന്നിധിയിൽ നിങ്ങളുടെ പാപത്തെ, നിങ്ങളുടെ വ്യാജഭാവത്തെ അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. സമ്മതിക്കാം, കർത്താവേ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇതാ, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണം. ആ ഒരു ലൈഫിലേക്ക് വരാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആ ഒരു ലൈഫിലേക്ക് വന്നാൽ മാത്രമേ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ദൈവവുമായിട്ടുള്ള ബന്ധം റിന്യൂ ചെയ്താൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആത്മീയമായ സന്തോഷം അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മിനിസ്ട്രിയിൽ ആക്റ്റീവായിട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഫ്ലോ വന്നാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം ധന്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം വിശുദ്ധരായി ജീവിക്കാൻ, വിശ്വസ്തരായി ജീവിക്കാൻ, വിജയാളികളായി ജീവിക്കാൻ, വിജയികളായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വ്യാജഭാവത്തോട് നോ പറഞ്ഞിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കാനും വിശ്വസ്തരായി ജീവിക്കാനും വിജയികളായി ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
സങ്കീർത്തനം 51 നമ്മളത് മനഃപ്പാഠമാക്കുകയും എപ്പോഴും ആ വാക്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, അച്ഛാ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ 51 സങ്കീർത്തനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 51 സങ്കീർത്തനം ഞാൻ ആവർത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. എന്നോടൊന്നും പറയണ്ട, അത് നീ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയം എങ്ങനെ ഉണ്ട്? നിർമ്മലമായ ഹൃദയമാണോ? ഒരുപക്ഷെ നിങ്ങളുടെ പ്രസംഗം നല്ലതായിരിക്കും, നിങ്ങളുടെ പാട്ട് നല്ലതായിരിക്കും, നിങ്ങളുടെ ആക്ടിവിറ്റീസ് നല്ലതായിരിക്കും, നിങ്ങളുടെ മിനിസ്ട്രി പ്രത്യക്ഷത്തിൽ നല്ലതായിരിക്കും. പക്ഷെ ഹൃദയം നല്ലതാണോ? അതോ വ്യാജമാണോ? പറ്റിക്കലാണോ? കർത്താവിനെ പറ്റിക്കുന്ന ജീവിതമാണോ? നമുക്ക് കണ്ണുകളടയ്ക്കാം, നമ്മുടെ തലകളെ താഴ്ത്താം.